നമ്മുടെ ആദില പെട്ടിയൊക്കെ എടുത്ത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സീനിനെ കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നു. അതായത് മണി ബാഗൊക്കെ വരുന്ന ടൈമിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മണി വരുമ്പോൾ എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു ആതിര. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ ആദില നൂറ. പെട്ടിയൊക്കെ എടുത്തിട്ട് നൂറയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്ന ഞാനാ. പക്ഷേ ഇപ്പം എല്ലാവരോടും എനിക്ക് ഉമ്മ തരേണ്ട അവസ്ഥയായി. അപ്പം നൂറ് പറയാണ്, ബിഗ് ബോസ് ഇതിൽ ഞാൻ ഉത്തരവാദിയല്ല, എനിക്ക് ചമ്മാൻ വയ്യ, എന്നെ ഇതിനകത്ത് വലിച്ചിടല്ലേ, ഇവളാണ് പെട്ടിയെടുത്ത് പുറത്തേക്ക് പോകുന്നത് പോലത്തെയൊക്കെ ഈ പ്രാക്ടീസൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ നൂറ് പറയുന്നുണ്ട്. ഇനി അടുത്ത ആഴ്ച എങ്ങനെ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഉള്ള മീഡിയക്കാരും നാട്ടുകാരും എല്ലാം നിൻ്റെ അടുത്ത് ചോദിക്കും, പണപ്പെട്ടി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ ആദില എന്തുകൊണ്ട് വന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്ന് കളിയാക്കുമെന്ന് നൂറ് ആദില ഓരോന്ന് പറഞ്ഞ് കളിയാക്കുവാണ്. അതേപോലെ ആദില വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ജോൺ ഹോനായി ഹരിഹർ നഗറിനകത്ത് പെട്ടിയായിട്ട് പോകുന്ന ആ പടത്തിനകത്ത് ആൾക്കാർ അയാളുടെ ഫോട്ടോയ്ക്ക് പകരം എൻ്റെ ഫോട്ടോ എടുത്ത് ഒട്ടിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ നൂറ പറയാണ്, ഒരു മാസം ഞാൻ മിക്കവാറും ഒളിച്ചോടും മോള് കാരണം, മോളുടെ ഓരോ ഐഡിയ കാരണം, ഞാൻ എന്തായാലും ഇതിനകത്തില്ല, ഇത് നിൻ്റെ ഫുൾ ഉത്തരവാദിത്തം നിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആദിലേനെ നമ്മൾ നൂറ കളിയാക്കുന്നുണ്ട്.